ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയാ കോളി. അതായത് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പുതിയ റെസിപ്പിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനം അത്യാവശ്യം ഒരു 200 ഗ്രാം സോയാബീൻ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാബേജ് ഒരു 250 ഗ്രാം കൊത്തിപ്പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, സെൻറ്റർ കട്ട് ചെയ്ത് നീളത്തിലരിഞ്ഞത് ഒരു ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, സവാള. ഇത്രയാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ. ആദ്യം തന്നെ നമുക്ക് ഈ സോയാബീനെ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സോയ വെന്തിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ സോയ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊച്ചുള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ സവാള, ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. കൂട്ടത്തിൽ അല്പം ഒരു ചെറിയൊരു പിടി മല്ലിക്കൊത്തും കൂടെ എടുത്ത് നമുക്ക് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ ഫൈനായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാലൻസ് ഇരിക്കുന്ന സവാളയും കൂടെ ഇതിലോട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. വെള്ളം ഒട്ടും ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പിലോട്ട് വെക്കുക. അതിലേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക്, 2 വറ്റലും കൂടെ ചേർക്കുക. അത് കൂട്ടത്തിൽ അല്പം കറിവേപ്പില, അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മറ്റിങ്ങനെ നന്നായി വൃത്തിയായിട്ട് ഇളക്കി മിക്സാക്കി അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ അത്യാവശ്യം സോയാബീൻ നല്ലതുപോലെ അല്പം മുരിഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുട്ടക്രോസ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് ഇനി ഒരു അല്പം ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ സോയാബീൻ ഓൾറെഡി ഉപ്പ് ചേർത്താണ്. ഒരു അല്പം ഉപ്പ് ചേർക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പസമയം ഒരു 5 മിനിറ്റ് ഇവനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാബേജും ക്യാരറ്റും അതേപോലെ തന്നെ സോയാബീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള പച്ചമുളക്, മല്ലിയില, തക്കാളിക്ക, അതേപോലെ തന്നെ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതേപോലെ തന്നെ കൊച്ചുള്ളി, ഇതെല്ലാം കൂടെ അടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പേസ്റ്റാക്കി. ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇവനെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിക്കാൻ നിൽക്കേണ്ട. ഈ സവാളയിലൊക്കെ ഉള്ള വെള്ളവും തക്കാളിയുടെയൊക്കെ വെള്ളം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഇറങ്ങിക്കോളും. നിങ്ങൾക്ക് കാണാൻ തോന്നും സൈഡിലൊക്കെ വെള്ളം വരുന്നുണ്ട് ഇതിനകത്തിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കാൻ നിൽക്കേണ്ട. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാബേജും ബീൻസല്ല, തെറ്റിപ്പോയി, സോറി, ക്യാബേജും സോയാബീനും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി, ആവശ്യത്തിന് ഗരം മസാല, ആവശ്യത്തിനുള്ള പെരിഞ്ജീരകപ്പൊടി, എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മളിവിടെ ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക.
ഈ സമയം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്താൽ മതി. ഉപ്പോട് ചേർത്തിട്ട് ഇളക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സോയാക്കൂളി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കൊരു അല്പം മല്ലിയിലയും കൂടെ മേളിലിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. SK വ്ളോഗ്സ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്